നമസ്കാരം. അങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ മോദി വിരോധം മാഞ്ഞു തുടങ്ങി. മോദി പ്രേമം ഉണർന്നു തുടങ്ങി. ഈ സമീപകാലത്തെ എല്ലാ വാർത്തകളും അതാണ് സൂചിപ്പിക്കുന്നത്. മോഡിയുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കാമെന്ന് നമ്മളുടെ ഷാജി അണ്ണൻ പറഞ്ഞ കാര്യം, അതുപോലെ ഇവിടെ ലക്ഷദ്വീപിലെ MP ആയിരുന്ന മുഹമ്മദ് ഫൈസൽ ഇപ്പോൾ BJPയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോദി വിരോധം താഴോട്ട്, മോദി പ്രേമം മേലോട്ട്. നല്ല കാര്യമാണത്. കാരണം ഈ വീടിൻ്റെ മുമ്പിലുള്ള തെരുവ് പട്ടി അതുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു വടിയെടുത്ത് അടിക്കാൻ നോക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പല പട്ടികളും കൂടുതൽ അവർ ക്രൗര്യമുള്ളവരായിട്ട് മാറും. പിന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എപ്പോഴും പോകുമ്പോൾ ടൈഗർ ബിസ്ക്കറ്റ് 5 രൂപയല്ലേ ഉള്ളൂ, 5-10 രൂപയേ ഉള്ളൂ, അതൊന്ന് കയ്യിൽ വയ്ക്കുക. അതൊരു കൂട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് 2-3 ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളെ കാണുമ്പോൾ വാലാട്ടും. ഇതുപോലെ ഈ കൊച്ചുകുട്ടികളുണ്ട്. അമ്മ അടിക്കാൻ വരുന്ന സമയത്ത് അവർ ഓടിയാലൊന്നും രക്ഷയില്ല, അമ്മ എനിക്ക് നന്നായിട്ട് ഓടുമല്ലോ. കൊച്ചുകുട്ടിയാണ്, 2-3 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുമ്പോൾ 3-3.5 വയസ്സുള്ള കുട്ടികൾ ചെയ്യുമ്പോൾ പല പാത്രങ്ങൾ തട്ടിമറിക്കുകയും ചെയ്യുമ്പോൾ വടിയെടുത്ത് അമ്മ അടിക്കാൻ ഓടുമ്പോൾ അവന് ഓടില്ല. അവൻ ചെയ്യുന്നത് അറിയോ? അവനെ അമ്മയെ കെട്ടിപ്പിടിക്കും. അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ വിട്ടുകളയും. അങ്ങനെ അവൻ രക്ഷപ്പെടും. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ പട്ടിപ്പേറായി കഴിഞ്ഞിട്ടുണ്ട് ജയിലിൽ, തിഹാർ ജയിലിൽ അട്ടിപ്പേറായിട്ട് കഴിഞ്ഞു. അത് പോയവർ മുഴുവൻ നല്ല പ്രായമുള്ള ആൾക്കാരാണ്. ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും അവരുടെ കേസ് അതിൻ്റെ പ്രൊസീജിയറൊക്കെ ഉണ്ടല്ലോ, FIR മറ്റു കുറ്റപത്രോ എന്നിട്ട് അത് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതങ്ങനെ ഒരു കേസാണ്. തീവ്രവാദം ഒക്കെയായിട്ട് സംഭവിച്ചിട്ടുള്ള കേസുകളാണത്. ആയതുകൊണ്ട് തന്നെ അവരൊക്കെ ഇനി പുറത്തേക്ക് വരുമോയെന്ന് തന്നെ ഉറപ്പില്ല. അപ്പം അത് കണ്ട് പേടിച്ച്, അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ KP യോഹന്നാൻ ഒരു സുപ്രഭാതത്തിൽ കൃത്യമായിട്ട് എത്ര 100ഓളം ഇന്നോവ കാറ് വന്നിട്ടാണ് വളഞ്ഞത്. അവിടെയുള്ള സകല ഇയാളുടെ സംസ്ഥാപനങ്ങളിലും അവിടെ അയാളുടെ പണി തീർന്നു. ഇത്രയായ സമയത്ത് കേരളത്തിലെ മുസ്ലിം പ്രമാണിമാർക്കൊരു കാര്യം മനസ്സിലായി. ഇനി വെറുതെ തങ്ങളുടെ അണികളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മോദിയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രമേ പേടിയുള്ളൂ, വേറെ ഞങ്ങൾ ഈ ലോകത്തിൽ ഒന്നിനും ഞങ്ങൾ പേടിക്കുന്നില്ല എന്ന് ചില മൂഞ്ചിയ വർത്തമാനങ്ങൾ പറയുന്നത് മാത്രം. കഴിഞ്ഞ കുറേ കാലമായിട്ട് RSS കേൾക്കുമ്പോൾ ഞെട്ടി പറയ്ക്കുകയാണ്. ഉത്തരേന്ത്യയിലായിരുന്നു ആദ്യവും ഉണ്ടായിരുന്നത്. ഉത്തരേന്ത്യയിൽ ശരിക്കും പറയാമെന്ന് വെച്ചാൽ മോഡി എന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് പേടി യോഗിയെയാണ്. കാരണം യോഗിയെ പേടിക്കേണ്ടവരാരാണ്? മുസ്ലിങ്ങളല്ല യോഗിയെ പേടിക്കുന്നത്. മുസ്ലിങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, മുസ്ലിം നാമധാരികൾ, മുസ്ലിം പള്ളികളിൽ പോകുന്നവർ, തനി തെമ്മാടികൾ. ചെയ്യാവുന്ന എല്ലാ വൃത്തികേടുകളും കാണിക്കും, പറയാവുന്ന എല്ലാ വൃത്തികേടുകളും പറയും. അത്തരം ആളുകൾക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അത് കേരളത്തിലും അത് തന്നെയാണ് സ്ഥിതി. ഏതായാലും ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നൊരു കാഴ്ച, കൂട്ടമായിട്ട് മുസ്ലിങ്ങൾ, അത് സംഭവം മാത്രമേ ഉള്ളൂ. ഇനി കിടന്ന് കുത്തി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. നമ്മൾ വിചാരിക്കുന്ന പോലൊരു സ്തംഭമല്ല അത്, വെറുതെ ഉന്തിത്തള്ളി മറയ്ക്കാൻ പറ്റുന്നൊരു സ്തംഭം, ഒരു തൂണല്ല അതെന്ന് മനസ്സിലായി. അത് നല്ല ഉറപ്പുള്ള തൂണാണ്. സ്ഥാണു ഖനന ന്യായപ്രകാരം ആ തൂണ് തുരുമ്പ് പിടിക്കാത്ത ആ ഉരുക്കിൻ്റെ ഇരുമ്പിൻ്റെ തൂണ് കുഴിച്ചിട്ടിട്ട്, വലിയൊരു കുഴി കുത്തിയിട്ട് അതിൽ കുഴിച്ചിട്ടിട്ട് അതിൽ മണ്ണ് കൊച്ചു കല്ലും മറ്റു കാര്യങ്ങൾ വെച്ച് വെള്ളമൊഴിച്ച് ഇടിച്ചമർത്തി ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒന്ന് കുലുക്കി നോക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുലുക്കും, വീണ്ടും വെള്ളം ഒഴിച്ച് കുറച്ച് മണലിട്ട് അതിനകത്ത് മറ്റേ സിമെൻറ്റ് സാധനങ്ങളിട്ട് വീണ്ടും കുത്തി അമർത്തും.
പിന്നീട് 2 മണിക്കൂർ കഴിയുമ്പോൾ ആട്ടുമ്പോൾ വലിയ ആട്ടമില്ല, എങ്കിലും ആട്ടം ഉണ്ടോ ഒരു സംശയമുണ്ട്. വീണ്ടും കുത്തി ആണ് സ്ഥാണു ഖനന ന്യായപ്രകാരം എന്ന് പറയുന്നത്. അതുപ്രകാരം കൃത്യമായിട്ട് ബേസുള്ള ഒരു വർഗമാണ് RSS, അതിൻ്റെ തലതൊട്ടപ്പന്മാർ, അതിൻ്റെ ഒപ്പമുള്ള നരേന്ദ്രമോദി. ഈ മുസ്ലിം കുനിയന്മാർ മതിച്ചാൽ അത് വീടില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. ഇനി ഒറ്റ മാർഗമുള്ള കെട്ടിപ്പിടിക്കുക. മുൻപ് മോദിയോട് പുലർത്തിയിരുന്ന കഠിനമായ വിരോധം നമുക്കറിയാം. മോദി എന്നുള്ള പേര് കേൾക്കുന്നത് ഇഷ്ടമല്ല. കാപാലിയൻ എന്ന് പറയുന്ന അവർക്ക് കുറച്ചും കൂടി താല്പര്യം. ഇന്ത്യയെ നശിപ്പിക്കുന്നവൻ, ഇന്ത്യയെ വർഗീയമായി തരംതിരിക്കുന്നവൻ. അപ്പം അതിനിടയിൽ വേറൊരു രസം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഹിന്ദുക്കളോട് എന്തെന്നില്ലാത്തൊരു താല്പര്യം. നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളുണ്ട് കേട്ടോ, ഭൂരിഭാഗം ഹിന്ദുക്കളും നല്ലവരാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്കും പഞ്ചസാര കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെക്കുറിച്ച് പറയുമ്പോൾ എത്ര നല്ല സന്യാസിമാരുണ്ടെന്നറിയോ ഇവിടെ, എത്ര നല്ല നീതിമാന്മാരായ സന്യാസിമാർ. കാരണം എന്താ, വായടച്ച് നടക്കുന്ന ആൾക്കാർ അവരൊന്നും ശ്രദ്ധിക്കില്ല. ഇവന്മാർ കാണിക്കുന്ന വൃത്തികേടുകൾ അവരത് ശ്രദ്ധിക്കാതെ പോകും. അവരൊക്കെ നല്ലവർ. ഇവർ കാണിക്കുന്ന വൃത്തികേടുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചാമിയാരായി, കള്ളച്ചാമിയായി, പിന്നെ ആ വർഗമായി മാറിയതർത്ഥം. ഇതുപോലെ നരേന്ദ്രമോദിയോട് വലിയ രൂപത്തിലുള്ള വിരോധം വെച്ച് പുലർത്തിയിരുന്ന ആളുകളാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ. ഉത്തരേന്ത്യയിൽ ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ നടക്കില്ല എന്നവർക്ക് പെട്ടെന്ന് ബോധ്യമായി. ഇവർക്കിപ്പോൾ പതുക്കെ ബോധ്യമായിട്ടുള്ളൂ എന്ന് മാത്രം. മോദിക്ക് മുസ്ലിങ്ങളോട് യാതൊരു വൈരാഗ്യമില്ല എന്നുള്ളതാണ് സത്യം. ഇസ്ലാമിക തീവ്രവാദം, ആ തീവ്രവാദത്തോട് മാത്രമാണ് ഈ വെറുപ്പുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കണ്ടുവരുന്ന ചില കാഴ്ചകൾ, ഈ ഹൈന്ദവ ബിംബങ്ങളെ, ഹൈന്ദവ ഗ്രന്ഥങ്ങളെ, ഹൈന്ദവ ദേവതകളെ ഇതൊക്കെ അപഹസിക്കുക. ഇവിടെ ഒരു ദിഗംബര സ്വാമിയുണ്ട്. ദിഗംബരൻ എന്ന് പറയുമ്പോൾ അത് അവരുടെ ആ ഒരു മതത്തിൻ്റെ ഒരു ഭാവമാണത്. അവർ വസ്ത്രങ്ങൾ ധരിക്കാറില്ല. അവരെപ്പോഴും ഈ മറ്റേ ചില ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർ മഹായാനക്കാരോ ഹീനയാനക്കാരോ എന്നറിയില്ല, അവർ മുഖംമൂടി ധരിച്ച് നടക്കുക. എപ്പോഴും അവർ മുഖംമൂടിയല്ല, അവർ മൂക്കൊക്കെ മൂടിയിട്ടാണ് നടക്കുക, മാസ്ക് വെച്ചിട്ടാണ് നടക്കുക. ഇങ്ങനെ നടക്കുന്ന ആ സ്വാമിയെക്കുറിച്ചും എന്തെല്ലാം വൃത്തികേടുകളാണ് പറയുന്നത്. അവരെ കേരളത്തിലെ ഹൈന്ദവ നേതൃത്വത്തെക്കുറിച്ച് എന്തെല്ലാം വൃത്തികേടുകളാണ് പറയുന്നത്. മാതാമൃതാനന്ദമയെക്കുറിച്ച് എന്ത് വൃത്തികേടുകളാണ് പറയുന്നത്. അവർക്ക് അതിനുള്ള ലൈസൻസ് കിട്ടിയ പോലെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ വൃത്തികെട്ട മുസ്ലിങ്ങളുണ്ട്. അവർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരറിയുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്ന്, അവരെവിടെയത് ചെയ്യുന്നതെന്നും അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ഇസ്ലാമിക തീവ്രവാദികളോടാണ് മോദിക്ക് വിരോധമുള്ളത്. ഇത് പല ആൾക്കാരും തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദുക്കളുണ്ട്. ഹിന്ദുക്കൾ ഒരാൾ പോകുമ്പോൾ അയാളുടെ മോന്തയ്ക്ക് 2 വെച്ച് കൊടുത്താൽ ഇവിടെ അങ്ങനെ ഒരു നിയമമുണ്ടോ? അയാളെ വെറുതെ വിടാൻ? അയാളെ പോലീസ് പിടിക്കും. അത് മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ആരാണെങ്കിലും അയാളെ പോലീസ് പിടിക്കുക. കുറ്റം ചെയ്താൽ പോലീസ് പിടിക്കും. പക്ഷേ ഇവരെ ഏതെങ്കിലും രീതിയിൽ ഇവർ പിന്നെ കുറ്റകൃത്യത്തിൻ്റെ ആളുകളായിട്ട് മാറിയൊരു കാരണം, പ്രത്യേകിച്ച് കള്ളക്കടത്ത് എന്നിത്യാദി കാര്യങ്ങൾ, അതൊക്കെ രാജ്യദ്രോഹപരമാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവരുടെ ഇവിടെ നിലനിൽക്കുന്ന സംസ്കാര വിശേഷങ്ങളെ അവഹേളിക്കൽ, അതും രാജ്യദ്രോഹത്തിൻ്റെ ഭാഗമാണ്. കാരണം അത് പിന്നീട് കലാപങ്ങളായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ അടക്കണം, ഒതുക്കണം, അവരൊരു കുംഭത്തിനകത്ത് അടച്ചു വെക്കണം. പ്രേതത്തെയും ഭൂതത്തെയും അടച്ചു വെക്കുന്ന പോലെ. അത്രമാത്രമാണ് യോഗിയാണെങ്കിലും മോഡിയാണെങ്കിലും ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ലേഖനം ഞാൻ കണ്ടു. അതിൽ പറഞ്ഞിരിക്കുകയാണ്, മോദി സർക്കാരിനോടും അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയോടും മോദി സർക്കാരിനോടും പ്രകടിപ്പിക്കുന്ന കൂറും സ്നേഹവും വലിയ രൂപത്തിൽ ചർച്ചാ വിഷയമാകുകയാണ് ഇപ്പോൾ. അത് ഇവർ മാത്രമല്ല, ഒരു പർട്ടിക്കുലർ പേരിൽ ഞാൻ കണ്ടത് ഒരുപാട് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇപ്പോൾ അവർ മോദി ചെയ്യുന്നതിൽ എന്താ തെറ്റ്. RSSകാർ മുഴുവൻ കള്ളന്മാരൊന്നും അല്ലല്ലോ, അവർ നമ്മുടെ സഹോദരന്മാരല്ലേ എന്ന രീതിയിൽ പതുക്കെ അതിനെ മൃദുവൽക്കരണം എന്ന് പറയും, അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താൻ എപ്പോഴും ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്ന ഒരാളാണ്, വന്ദേ മാതരം കൃത്യമായിട്ട് പാടുന്ന ഒരാളാണ്. മുസ്ലിങ്ങളാണ് ഈ പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഇതിൽ മറ്റെന്തായാലും പറയുക വീഡിയോയിൽ വലിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മോദി സർക്കാരിനെ വെറുക്കുന്ന മുസ്ലിം യുവാക്കളെ ഇയാൾ ചീത്തയും പറയും. കഠിനമായിട്ടുള്ള കാലാവസ്ഥയിലും, അദ്ദേഹം പറഞ്ഞ ഒരു പ്രത്യേകപ്പെട്ട കാര്യം, കഠിനമായിട്ടുള്ള കാലാവസ്ഥയിലും അതിർത്തി കാക്കുന്ന ഇന്ത്യയിൽ ജവാന്മാരെ ഞാൻ കൃത്യമായിട്ട് ഓർമ്മിക്കാറുണ്ട്.
അതുകൊണ്ടാണ് താൻ 4 നേരം സമാധാനത്തോടെ ഭക്ഷണം കഴിക്കുന്നതും രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതും. ഇതിനൊക്കെയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ മൂലാധാരം നരേന്ദ്രമോദി തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം വന്നതിന് ശേഷം ഇവിടെയുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും സൈന്യം മുതൽക്ക് താഴേക്കടയിലുള്ള നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ വരെ കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന്, അതിൻ്റെ നിയമത്തിൻ്റെ നിലനിൽപ്പിന് ഇത്തരം സംവിധാനം അത്യന്താപേക്ഷിതമാണ് എന്നർത്ഥം. ആ ഒരു കാര്യത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഏതൊരു സർക്കാരിനേക്കാൾ വലിയ രൂപത്തിൽ മോദിജി ആ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ഇഷ്ടമെന്നാണ് ഇങ്ങനെയുള്ള മുസ്ലിം യുവാക്കൾ, മുസ്ലിം യുവതികൾ പറയുന്നതും അദ്ദേഹത്തിൻ്റെ പക്ഷത്തിലേക്ക് പതുക്കെ മാറുന്നതും. അത് ചീത്തയായിട്ടൊരു കാര്യമായിട്ട് നമുക്ക് പറയുന്നത് അർത്ഥമില്ല. ലക്ഷദ്വീപിലെ മുൻ MP, അദ്ദേഹം കടുത്ത മോദി വിരോധിയായിരുന്നു. മോദിയെ കാണാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ലക്ഷദ്വീപിൽ ചില പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ, ലക്ഷദ്വീപ് ഒരു സ്വതന്ത്ര രാജ്യം പോലെ പെരുമാറിയിരുന്നു. നിറച്ചും അവിടെ 99% മുസ്ലിങ്ങളാണ്. അപ്പോൾ അവിടെ വേറൊരു രാജ്യം പോലെയാണ് പെരുമാറിയിരുന്നത്. അതവിടെ നിന്നാണ് അവിടെ പാർലമെൻറ്റ് മെമ്പർ മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് ഫൈസൽ വന്നിരുന്നത്. അപ്പം അദ്ദേഹം മോഡി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് വളരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എന്താണ്, ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന രീതിയിലാണ് പെരുമാറിയിരുന്നത്. ആ ലക്ഷദ്വീപിൽ ചില പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പത്രം മാത്രമേ ഉള്ളൂ. സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പാക്കാൻ അവിടെ മോദിയുടെ സ്വന്തക്കാരിലൊരാളായിട്ടുള്ള, മോദിയുടെ അനുചരന്മാർ അതിലൊരാളായിട്ടുള്ള പ്രഫുൽ കോട പട്ടേലിനെ അവിടേക്ക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് അയച്ച സമയത്ത് അന്ന് MP ആയിരുന്നു ഈ മുഹമ്മദ് ഫൈസൽ. അന്ന് അവിടെ വലിയ സമരം നടക്കുകയുണ്ടായി. വലിയ സമരമാണ് നടന്നത്. സേവ് ലക്ഷദ്വീപ് എന്ന പേരിൽ അതിൽ സിനിമാക്കാർ ഒരുപാടുണ്ടായിരുന്നു. അതിലൊരു സിനിമാക്കാരിയായിട്ട് പെൺകുട്ടി ഇപ്പോൾ ഒരു BJP കാരനെ കല്യാണം കഴിച്ച് അവിടെ ജോലിക്ക് വന്ന ആളാണ്. കല്യാണം കഴിച്ചപ്പോൾ ഡൽഹിയിൽ സുഖമായിട്ട് ജീവിക്കുന്നു അവർ. സുൽത്താന എന്നവർ, ഐഷ സുൽത്താന എന്നാണ് അവർ. സേവ് ലക്ഷദ്വീപ് എന്ന പേരിൽ ഈ സിനിമാക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അണിനിരത്തി വലിയൊരു സമരം നടത്തി. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമരത്തിൽ സിനിമാ സംവിധായികയായ ഐഷ സുൽത്താന അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. പക്ഷേ ഈ മുഹമ്മദ് ഫൈസൽ ഇപ്പോൾ BJP ചേർന്നിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ മോദി നടപ്പാക്കാൻ പോകുന്ന ബൃഹത് പദ്ധതികൾ അദ്ദേഹം പറയുന്നത് രാജ്യരക്ഷയ്ക്കും രാജ്യവികസനത്തിനും വേണ്ടിയിട്ടുള്ളതാണ്, അല്ല ദ്വീപ് നിവാസികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് എതിരല്ല എന്നാണ് മുഹമ്മദ് ഫൈസൽ സ്വയം മനസ്സിലാക്കിയതും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഐഷ സുൽത്താനയുടെ കാര്യം ഏറ്റവും രസം. മോദി സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ സമരങ്ങളും അവർ അവസാനിപ്പിച്ചു. ഇപ്പോൾ അവരുടെ സ്ഥിതി എന്താണെന്നറിയാമോ? ലക്ഷദ്വീപിൽ ജോലിക്ക് വന്ന IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ, അതേ മോഡിയുടെ ആളാണല്ലോ, അതാണല്ലോ മോഡി പറഞ്ഞയക്കുക. ഹർഷിദ് സൈനിയെ വിവാഹം കഴിച്ച് ഡൽഹിയിൽ പോയി. ഇപ്പോൾ സുഖകരമായിട്ട് കുടുംബജീവിതമായിട്ട് ഡൽഹിയിലെ അസിസ്റ്റൻറ്റ് കളക്ടറായിട്ടുള്ള ഹർഷിദ് സൈനിക്കൊപ്പം സസുഖം വാഴുകയാണ്. ലക്ഷദ്വീപിലെ കാര്യവും RSS BJP കാര്യമൊന്നും അവർ ഓർക്കുന്നതേ ഇല്ല എന്ന് സാരം. അവർക്കൊരു ജീവിതം കിട്ടിയപ്പോൾ അതിൻ്റെ വഴിക്ക് പോയി. ഇനി ഞാൻ ഒന്നിനുമില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ നേരത്തെ മോദിയെ നിരന്തരം ചീത്ത വിളിക്കുന്ന BJP കടുത്ത വിമർശനം ഉയർത്തിയിരുന്ന ഐഷ സുൽത്താനയുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഇപ്പോൾ അത്തരം പോസ്റ്റുകളെ കാണാനില്ല. ആയതുകൊണ്ട് തന്നെ അവരുടെ പോസ്റ്റുകൾ ലൈക്ക് അടിക്കാനും മോദി BJP വിരോധ കമൻ്റ് ഇടാനും ആരും എത്തുന്നതുമില്ല എന്ന് സാരം. മുസ്ലിം ലീഗിൻ്റെ തീപ്പൊരി നേതാവായിട്ടുള്ള നമ്മളുടെ ഇവിടുത്തെ KM നാറി എന്ന് പറയുന്ന KM ഷാജി, അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ്? അതാണ് വാസ്തവത്തിൽ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നൊരു മാറ്റമാണ് നടന്നത്. തൻ്റെ പ്രസംഗത്തിൽ മറ്റുള്ളവരെ ഊറ്റം കൊള്ളിക്കാൻ, അവരെ ലഹരി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പ്രധാനമായിട്ട് ചെയ്തത് മോദിക്കെതിരായിട്ടുള്ള കൽപ്പനകൾ പുറപ്പെടുവിക്കുക എന്നുള്ളതായിരുന്നു. മോദി കൊണ്ടിരുന്ന പരിഷ്കാരങ്ങൾ, PM ശ്രീ കടലിൽ വലിച്ചെറിയെന്ന് പറഞ്ഞ ആളാണ്. PM ശ്രീ പദ്ധതി പ്രകാരം മോഡി വലിച്ചെറിഞ്ഞ് മുഗൾ സുൽത്താന്മാരുടെ കാര്യവും അതുപോലെ തന്നെ നമ്മളുടെ മഹാത്മാഗാന്ധിയുടെ കാര്യവും നെഹ്റുവിൻ്റെ കാര്യവും ഞാൻ തിരിച്ചു കൊണ്ടിരുന്നു പറഞ്ഞ ആളാണ്. ഇപ്പം എന്താ സ്ഥിതി? മോഡിയുടെ ഫോട്ടോ കൊണ്ട് നടക്കുകയാണ്. എവിടേക്കും മോഡിയുടെ ഫോട്ടോ വയ്ക്കാം, അവിടേക്കും മോഡിയുടെ ഫോട്ടോ വയ്ക്കാൻ വേണ്ടി നടക്കുകയാണ്.
അതിനുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഡിയുടെ ഫോട്ടോ വെച്ച് എന്താ കുഴപ്പം ചോദിക്കുകയാണ്. PM ശ്രീ വന്ന എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. കാലത്ത് എഴുന്നേറ്റിട്ട് കുട്ടികൾ, മുസ്ലിം കുട്ടികളടക്കം എല്ലാവരും കൂടി സരസ്വതി നമസ്തുഭ്യം ചെല്ലിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഇവിടെ. ഗായത്രി മന്ത്രം ചെല്ലിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഇവിടെ. മറ്റേ വേദപഠനം, ഹിന്ദു വേദപഠനം, ഹൈന്ദവപരമായിട്ടുള്ള വേദപഠനം മാത്രമേ ഉണ്ടാവുള്ളൂ PM ശ്രീയിൽ. മറ്റുള്ള അറബിക് അതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. അങ്ങനെയായാലും എന്താണെന്ന് ചോദിക്കുന്നത് ഷാജിയെ നോക്കിയിട്ട് നെടുവീർപ്പിടുകയാണ്. അല്ലെങ്കിൽ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇതെന്ത് കഥ എന്നറിയാതെ. ഏതായാലും ഈ KM ഷാജി എന്ന തദ്ദേശ സ്വയംഭരണ മന്ത്രി ഇപ്പോൾ പറയുന്നത് താൻ പ്രധാനമന്ത്രിയുടെ ധനസഹായത്തിൽ നിർമ്മിക്കുന്ന വീടുകളിൽ മോദിയുടെ ചിത്രം വയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇതെന്തൊക്കെ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ മോദി പ്രണയം വലിയ രൂപത്തിൽ അവരെ മനസ്സിനെ മൂടിയിരിക്കുകയാണെന്നർത്ഥം. അഥവാ അവരുടെ മനസ്സിൽ അതാണ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നത്. മോദിയോടുള്ള തീവ്രമായിട്ടുള്ള വെറുപ്പ് സംബന്ധമായിട്ടുള്ള ഒരു പ്രസ്താവനകൾ ഇപ്പോൾ കാണാനില്ല. നല്ല കാര്യമാണ്, അങ്ങനെ മാറുക തന്നെ വേണം. മാത്രമല്ല മോഡിയോടുള്ള തീവ്രമായിട്ടുള്ള പ്രണയം ഏറി വരികയാണ്, അതും നല്ല കാര്യമാണ്. അങ്ങനെ പോട്ടെ കാര്യങ്ങൾ. നമസ്കാരം.